കാർത്തിക ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. മക്കളെ, നാളത്തെ മലയാളം സെക്കൻഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യമായിരിക്കും മുഖപ്രസംഗം തയ്യാറാക്കുക എന്നുള്ളത്. ഇപ്പോഴും പല കുട്ടികൾക്കും മുഖപ്രസംഗവും പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതും, അതല്ലെങ്കിൽ മുഖപ്രസംഗവും പത്രക്കുറിപ്പും തമ്മിലുള്ള അല്ലെങ്കിൽ പത്രവാർത്തയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതും അറിയാത്തതായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് മുഖപ്രസംഗം, എങ്ങനെയാണ് മുഖപ്രസംഗം എഴുതേണ്ടത്, എങ്ങനെ എഴുതിയാലാണ് മുഖപ്രസംഗത്തിന് മുഴുവൻ മാർക്കും നേടാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും ഇരുന്ന് കാണുക. മക്കളെ, മുഖപ്രസംഗം എന്ന് പറഞ്ഞാലും അതല്ല എഡിറ്റോറിയൽ തയ്യാറാക്കുക എന്ന് പറഞ്ഞാലും ഇനി പത്രാധിപക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഒന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. മറിച്ച് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രസംഗവും മുഖപ്രസംഗവും ഒന്നല്ല, പത്രവാർത്തയും മുഖപ്രസംഗവും ഒന്നല്ല. ഇത് രണ്ടും എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതില് കുറച്ച് പേജുകൾക്ക് ശേഷം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാമത്തെ പേജിലോ മൂന്നാമത്തെ പേജിലോ ഒക്കെ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ കാണാറുണ്ടായിരിക്കും, ചിലപ്പോൾ എന്നല്ല, പത്രം വായിക്കുന്ന എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമായിരിക്കും, ഒരു പേപ്പറിന്റെ ഒരു ന്യൂസ് പേപ്പർ ഈ ഒരു രീതിയിലാണ് ഉള്ളതെന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ ന്യൂസ് പേപ്പർ എങ്കിൽ അതിന്റെ മാർജിനോട് ചേർന്ന് നീളത്തിൽ എന്തുണ്ടായിരിക്കും, ഇതുപോലെ ഒരു കോളം, ഒരു കള്ളി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും നമുക്ക് എന്തുണ്ടായിരിക്കുക, എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ സാധാരണ പത്രവാർത്തകളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും തരുന്നത്. ഇവിടെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊരു കള്ളിക്കുള്ളിലായിരിക്കും, അതൊരു ബോക്സിനുള്ളിലായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മുഖപ്രസംഗം എഴുതുന്ന സമയത്താണെങ്കിലും അതൊരു കള്ളിക്കുള്ളിലാക്കി, ഒരു ബോക്സിനുള്ളിലാക്കിയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി എന്താണ് മുഖപ്രസംഗം? ഒരു പത്രത്തിന്റെ പ്രസാധകന്റെയോ എഡിറ്ററുടെയോ അഭിപ്രായമാണ് എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം എന്ന് പറയുന്നത്. ആ ഒരു പത്രത്തിന്റെ ഏറ്റവും ഉന്നത നിലയിലിരിക്കുന്ന ആളാണ്, അല്ലെ, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ് എഡിറ്റർ അല്ലെങ്കിൽ പ്രസാധകൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, ഒരു വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് നമ്മൾ എന്തായി കാണുന്നത്, എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗമായിട്ട് കാണുന്നത്. എഡിറ്റോറിയൽ ഒരു പ്രത്യേക വിഷയത്തിലുള്ള പത്രത്തിന്റെ നിലപാട് പ്രകടിപ്പിക്കുന്നു. പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവത്തെക്കുറിച്ചോ വാർത്തയെക്കുറിച്ചോ എഡിറ്ററുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനും അവ ഉപയോഗിക്കാം. സമകാലിക സംഭവങ്ങളെ കുറിച്ച് വ്യാഖ്യാനം നൽകാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രശ്നത്തിനോ നയത്തിനോ അനുകൂലമോ പ്രതികൂലമോ ആയ വാദം അവതരിപ്പിക്കാനും എഡിറ്റോറിയൽ ഉപയോഗിക്കാം. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് ആ ഒരു പത്രാധിപന്റെ അഭിപ്രായം പറയാനാണ് ആ ഒരു എഡിറ്റോറിയൽ എന്ന് പറയുന്ന ഭാഗം ഉപയോഗിക്കുന്നത്. അത് എന്തായിരിക്കാം? അതേ പത്രത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു വാർത്തയെ കുറിച്ചിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചുള്ള അഭിപ്രായമായിരിക്കാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കാം. ഓക്കെ, ഇനി അതുമല്ലെങ്കിൽ എന്താവാം, ഏതെങ്കിലും ഒരു പ്രശ്നത്തിനോ എന്തെങ്കിലും ഒരു നയത്തിനോ എതിരെയോ പ്രതികൂലമോ അനുകൂലമോ ആയ വാദവുമാവാം എന്തിൽ കൊടുത്തിട്ടുള്ളത്, എഡിറ്റോറിയൽ എന്ന് പറയുന്നതിൽ കൊടുത്തിട്ടുള്ളത്. അവ ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ചുള്ള പത്രത്തിന്റെ ഔദ്യോഗിക നിലപാടായി കണക്കാക്കപ്പെടുന്നു. പ്രശ്നങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാട് വായനക്കാർക്ക് നൽകുകയും വാർത്തയിൽ അവതരിപ്പിക്കുന്ന വിവരങ്ങളെ കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു എഡിറ്റോറിയലിന്റെ ഉദ്ദേശം. അപ്പൊ എന്താണ് നമ്മൾ ഒരു എഡിറ്റോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രശ്നങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാട് വായനക്കാർക്ക് നൽകാനും വാർത്തയിൽ അവതരിപ്പിക്കുന്ന വിവരങ്ങളെ കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു എഡിറ്റോറിയലിന്റെ ഉദ്ദേശം. അപ്പൊ നിങ്ങൾ ഒരു വിഷയത്തെ കുറിച്ച് എഡിറ്റോറിയൽ തയ്യാറാക്കുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, എഡിറ്റോറിയൽ തയ്യാറാക്കാനായിട്ട്. ഇനി എഡിറ്റോറിയൽ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം.
ഉചിതമായ തലക്കെട്ട് നൽകണം. ഏത് വിഷയത്തെ കുറിച്ചിട്ടാണോ നമ്മൾ എഴുതാൻ പോകുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് ഉചിതമായ ഒരു തലക്കെട്ട് നൽകണം. വിഷയം ഉൾക്കൊള്ളണം. എന്താണോ വിഷയം അത് ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എഴുതാനായിട്ട്. സമൂഹത്തിന്റെ മനോഭാവം വിശകലനം ചെയ്യണം. ആ ഒരു വിഷയത്തെ കുറിച്ച് സമൂഹത്തിന്റെ മനോഭാവം എന്താണോ അതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അവിടെ പ്രതിപാദിക്കണം, അല്ലെങ്കിൽ അവിടെ വിശകലനം ചെയ്യണം. അതിനുശേഷം കാരണങ്ങളും പരിഹാര മാർഗങ്ങളും അവതരിപ്പിക്കണം. ആ വിഷയം ഉണ്ടാവാനോ അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും നമ്മൾ അവിടെ അവതരിപ്പിക്കണം. അതിനുശേഷം വിഷയം ക്രമീകരിച്ച് അവതരിപ്പിക്കണം. വിഷയം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്, നമ്മളിപ്പോ ഇവിടെയൊക്കെ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. ആ വിഷയം അവതരിപ്പിക്കുന്നതിനും ഒരു ഓർഡർ ഉണ്ട്. അതെന്താണ്, ആദ്യം തുടക്കം, പിന്നെ അതിന്റെ വളർച്ച, പിന്നെ അതിന്റെ ഒടുക്കം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ വിഷയം അവതരിപ്പിക്കാനായിട്ട്. അവസാനമായി ആശയവ്യക്തതയോടെ വേണം ആവിഷ്കരണം. ഓക്കെ, അപ്പോൾ ആശയവ്യക്തതയോടെ ആവിഷ്കരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കാനായിട്ട്. നാളത്തെ എക്സാമിന് മിക്കവാറും നമുക്കൊരു എഡിറ്റോറിയൽ ചോദിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എൻ്റെ കുട്ടികൾ വളരെ വൃത്തിയായി എങ്ങനെ എഡിറ്റോറിയൽ മുഖപ്രസംഗം തയ്യാറാക്കാം എന്നുള്ളത് എഴുതി തന്നെ പഠിക്കുക. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് രാത്രിയുള്ള 7 മണിക്കുള്ള ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും മറക്കാതെ കൃത്യം 7 മണിക്ക് നമ്മുടെ SSLC ചാനലിൽ നടക്കുന്ന മലയാളം സെക്കൻഡിന്റെ ലൈവിലേക്ക് എല്ലാവരും എത്തിച്ചേരാം.